കരുത്തേറിയ വ്യക്തി എന്ന് പറയുന്ന ഒരു പൊസിഷൻ അപ്പീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അബീഷ് പി ഡൊമിനിക്, നമ്മുടെ സ്വന്തം പൂഞ്ഞാറുകാരനായ നമ്മുടെ കോളേജിന്റെ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയായ അബീഷ് പി ഡൊമിനിക് സർ സ്വന്തമാക്കിയ റെക്കോർഡുകൾ എന്ന് പറയുന്നത് ചില്ലറയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, Arabian Book of Records, Asian Book of Records, American Book of Records and your world record. ഒരു മിനിറ്റിൽ 146 നാളികേരങ്ങൾ സ്വന്തം കൈകൊണ്ട് തച്ചുടച്ച് 64 തേങ്ങകൾ മാത്രം ഉടച്ച ജർമ്മൻകാരന്റെ റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ കോളേജിൽ നിൽക്കുന്ന അബീഷ് സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവുകളില്ല. We are proud to have such a great personality in our inauguration ceremony. കേരളത്തിൽ തന്നെ പല ചാനലുകൾ ഹോൾഡ് ചെയ്ത പ്രോഗ്രാംസ്, ഫോർ എക്സാമ്പിൾ ഉഗ്രം ഉജ്വലം എന്ന പ്രോഗ്രാമുകളിലൂടെ കേരളത്തിന് സുപരിചിതനായ അബീഷ് പി ഡൊമിനിക് സാറിനെ സ്റ്റുഡൻസ് കൗൺസിലിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഈ കേരളത്തിന് അല്ലെ രാജ്യത്തിന് തന്നെ ഒരുപാട് ഒരുപാട് കഴിവുകൾ ഉള്ള വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ മാനേജ്മെന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ഫാന് എന്ന് പറയുന്നത് 2000 RPM കറങ്ങുന്ന ഫാനാണ്. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാനാണ്. ഈ ഫാന് കണ്ണ് മൂടിക്കെട്ടി നാക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത ഒരു അമേരിക്കൻകാരൻ്റെ വേൾഡ് റെക്കോർഡ് ഇപ്പോൾ എൻ്റെ പേരിലുണ്ട്. കണ്ണ് കെട്ടാതെ നിങ്ങളുടെ മുമ്പിൽ ഫസ്റ്റ് ഞാൻ ആ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ ചോദ്യം നിറഞ്ഞ കയ്യിൽ. നിങ്ങൾക്കറിയാം, ഇത് മിമിക്രിയോ അല്ലെ പാട്ടോ പാടുന്നതല്ല, അപകടം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടതായിട്ടൊക്കെ വരും. നമ്മുടെ മനസ്സിൻ്റെ കോർഡിനേഷനും നമ്മുടെ മെൻ്റൽ പവറും എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് വരുമ്പോൾ മാത്രമേ നമുക്കൊരു സാഹസികമായ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പലരും ഒരു പരീക്ഷയിൽ തോറ്റുപോയാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മനസ്സ് തളർന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ സാഹസികമായ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ബലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളുണ്ടാവണം. നമുക്ക് ഓരോരുത്തർക്കും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ചെറിയൊരു വീഴ്ച വന്നാൽ നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. വീണ്ടും അവസരങ്ങളൊന്നും ഓർക്കുക. ഓരോ അവസരങ്ങളും മുതലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ചുകൊണ്ട് പോവുക എന്നുള്ള ഉപദേശം തന്നുകൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് പഴയ കാരണവന്മാരൊക്കെ ചെയ്യുന്നുണ്ട് കളരിയിലെ ഒരു ഐറ്റമാണ്. കാരണം മനുഷ്യന് മാത്രമാണ് 2 കാലം നടന്നു പോകാൻ പറ്റുന്നത്, അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് 2 കാലം നടന്നു പോകുന്നത്? നമുക്ക് 2 സെൻസേഷൻ പോയിന്റ് ഉണ്ട്. ഇയർ ബാലൻസിങ് എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ താഴെ. അപ്പം നമുക്കത് എത്രമാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നു. കാരണം ഞാൻ ഉപ്പുപൊടിയിട്ട് കണ്ണ് മൂടിക്കെട്ടിയതിന് ശേഷം നിങ്ങളിവിടെ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ വെള്ളരിക്ക ഇരിപ്പുണ്ട്, അത് ഇവിടെ എടുത്ത് വെക്കാമെന്നാണ്. ഞാൻ കണ്ണ് കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വെക്കാമെന്നാണ്. ചലഞ്ചാണ് ഞാൻ നിങ്ങളായിട്ട്. നീ കണ്ണ് കാണുന്നില്ല, പക്ഷെ സെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുമെന്നുള്ള മുമ്പിൽ കാണിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും നിറഞ്ഞൊരു കൈയുടെ തന്നെ.
സ്റ്റേജിലേക്ക് ഞാൻ 2-3 ആൾക്കാരൊന്നും വരാം. നിങ്ങളുടെ കഥയാകും അടുത്ത്. നിങ്ങൾക്കറിയാം, എൻ്റെ കണ്ണിൽ ഉപ്പ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ചുമന്നിരിക്കും. നിങ്ങൾക്കറിയാം, എന്തെങ്കിലും കണ്ണ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനാണ്. കാരണം നമുക്ക് ഒരു സെൻസേഷൻ പോയിന്റ് നമുക്ക് ഒരു ഇതിൽ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എയിമിൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, നല്ലൊരു നിങ്ങളുടെ ചിന്ത കറക്റ്റ് ഒരു ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇത്രേ ഉള്ളൂ, ഞാൻ ബ്രേക്കിങ്ങിലേക്ക് പോവാണ്. ഒരു 100ഓളം വെറൈറ്റി ബ്രേക്കിങ്ങുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ബ്രേക്കിംഗ് ഐറ്റംസ് നിങ്ങളുടെ മുമ്പ് ഞാൻ കാഴ്ചവെക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ദൈവം തന്ന ശരീരം കാത്തു സൂക്ഷിക്കാൻ ഒരു കടമയുണ്ട് എന്ന് യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, പല യുവജനങ്ങളും ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അതൊരു പാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 4 പേര് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂടണം, അല്ലെങ്കിൽ 50 രൂപ ഇടുന്ന ഒരു സ്ഥാനം മേടിക്കണം. ആ രീതിയിലേക്ക് പോയി ദൈവം തന്ന നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും നിങ്ങളുടെ യുവജനങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളർന്നു വരുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാനങ്ങളായി മാറേണ്ട വളരെ നല്ല കഴിവുള്ള കുറേ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രേക്കിംഗ് തുടങ്ങുന്ന ഞാൻ ബിയർ ക്യാൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഹെൽമറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കാരണം നിങ്ങൾ ആരും ഇതൊരു റോങ് മെസ്സേജായിട്ട് എടുക്കരുത്. കാരണം നമ്മുടെ കൈകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആയുധങ്ങളാക്കി മാറ്റാൻ പറ്റും. അത് നിങ്ങളുടെ മുമ്പ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഹെൽമെറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈ അതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയ മാരകമായ മുറിവ് സംഭവിക്കാൻ ഇതുണ്ട്. ഞാനൊരു ഓക്സിജൻ റിബൺ ചുറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് വെച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ. കാരണം 200 കിലോ ലോഡ് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഹെൽമെറ്റ് ബ്രേക്ക് ആവുകയുള്ളൂ. ഞാൻ ബ്രേക്ക് ചെയ്യുന്നതിനായിട്ട് ഹെൽമെറ്റ് വെക്കാതെ ആരും യാത്ര ചെയ്യുന്നു.
ഈ 1 മിനിറ്റ് ദേഹം ബ്രേക്കിംഗ് കോക്കനട്ടിന്റെ ഒരു ജർമ്മൻ സ്വദേശി മുഹമ്മദ് ഉർമാനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൈറ്റ് നോക്കിയാൽ കാണാം. 64 നാളികേരം ആയിരുന്നു നിലവിലുള്ള പുള്ളിയുടെ റെക്കോർഡ്. ജർമ്മനിയിൽ നിങ്ങൾക്കറിയാം തെങ്ങൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ട് പുള്ളി റെക്കോർഡ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ നിരവധി ബ്രേക്കിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു വാശി, ഈ ജർമ്മൻ സ്വദേശിയുടെ ഈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വരണ്ട, കേരളങ്ങളുടെ നാട് കേരളം എന്ന് പറയുന്ന ആ നാട്ടില് ആ ഗിന്നസ് റെക്കോർഡ് കൊണ്ടുവരണമെന്നൊരു വാശിയാണ്. നിങ്ങളുടെയൊക്കെ എന്നെ മാത്രം കഴിയില്ല, നിങ്ങളുടെയൊക്കെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് എനിക്കത് കൊണ്ടുവരാൻ വന്നത്. അതുപോലെ തന്നെ 15ഓളം വ്യത്യസ്ത ഇനങ്ങളിലെ റെക്കോർഡുകൾ, 3ഓളം വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ 15ഓളം വ്യത്യസ്ത ഇനങ്ങളിൽ റെക്കോർഡുകൾ എനിക്ക് വാങ്ങാനായിട്ട് പറ്റിയത് ഈശ്വരന് നന്ദി പറഞ്ഞു. ലാസ്റ്റ് നിറഞ്ഞ കൈയ്യടി തരണം. വേറൊന്നല്ല, അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ 47 സെക്കൻഡ് കൊണ്ടാണ് 146 നാളികേരം ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. അത് എൻ്റെ രാജ്യത്തിന് എനിക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നു. പ്രോഗ്രാം വൈകിട്ട് നിറഞ്ഞ കൈയടി എല്ലാവർക്കും.